ഹായ്. ഓവർസീസിൽ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ചിത്രമായിരുന്നു കണ്ണകി എന്നുള്ളത്. ഞാൻ പറഞ്ഞു ആമസോൺ പ്രൈമിൽ ഓവർസീസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്കും അറിയാം. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങനെയാണ് കണ്ടത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 4 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ പറയുന്നത്. കലൈ, ഗീത, നേത്ര, നദി എന്നാണ് ഈ 4 സ്ത്രീകളുടെ പേരെന്നുള്ളത്. എന്തായാലും ഇവരുടെ ലൈഫിൽ ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ളത് വിവാഹമോ അല്ലെങ്കിൽ ഹസ്ബൻഡോ എന്നൊക്കെയുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇവരുടെ ലൈഫ് എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ആവറേജ് ടൈപ്പ് സിനിമയാണ് ഈ ഒരു കണ്ണകി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങളെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ 4 പെൺകുട്ടികളാണെങ്കിലും ഈ 4 പേർക്കും വ്യത്യസ്ത സ്വഭാവമാണ്. നമുക്ക് ഒരു കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞ് അടുത്തതിനെ കാണുമ്പോഴത്തേക്കും ആദ്യത്തെ കഥാപാത്രമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. നമുക്കറിയാം ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഓരോരോ സ്വഭാവങ്ങളുണ്ട്, ഒരു നേച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ഈ 4 കഥാപാത്രങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. സോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള അവനോ അവളോ അങ്ങനെ ഇതുണ്ട് ഈ സ്വഭാവമുള്ള ആളെ, ഇന്ന ആളെ എനിക്കറിയാം, അല്ലെങ്കിൽ അടുത്ത കഥാപാത്രം കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇന്ന ആൾ എന്നൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു സിനിമയുടെ കഥ അവതരിപ്പിച്ച് പോയിട്ട് എൻഡിങ്ങിൽ കൊണ്ടുവന്ന് അത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. കൺക്ലൂഷൻ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ആ കൺക്ലൂഷൻ എന്നുള്ളത് അത്യാവശ്യം ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു സിനിമയുടെ ആ ഒരു സ്റ്റോറിക്കുള്ളിൽ. അതും ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഒരു അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആയിരുന്നു സിനിമയുടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത്. കൂടുതൽ പെർഫോമൻസ് വൈസിലും അത്യാവശ്യം എല്ലാവരും ഓക്കെ ആയിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ അമ്മു അഭിരാമി ആകട്ടെ, വിദ്യാപ്രതാപ് ആകട്ടെ, ശാലിൻ സോയ ആകട്ടെ, കീർത്തി പാണ്ഡ്യനാകട്ടെ, ഇവരൊക്കെയാണ് 4 പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്യാവശ്യം നൈസായിട്ടുള്ള പ്രകടനം തന്നെയാണ് 4 പേരും കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാമല്ലോ ഒരു 4 ജീവിതങ്ങളാണ്. അപ്പോൾ ആ ജീവിതങ്ങൾ നമുക്ക് കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പെർഫോമൻസ് അത്രത്തോളം ഇൻറ്റൻസീവായിട്ട് നിൽക്കണം. എനിക്ക് പേഴ്സണലി അത്രത്തോളം ഇൻറ്റൻസീവായിട്ട് നിന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് അമ്മു അഭിരാമിയുടെ കലയെന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ വിദ്യാപ്രതാപിൻ്റെ ആ ഒരു ഡൈവേഴ്സ് വക്കിൽ എത്തി നിൽക്കുന്ന ഒരു ആളുടെ കഥാപാത്രമുണ്ട്. വിദ്യാപ്രതാപാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ 2 പേരുടെ പ്രകടനം കുറച്ച് ഇൻറ്റൻസീവായിട്ട് എനിക്ക് തോന്നി. സോ കുറച്ച് ഇമോഷണലി കണക്റ്റ് ആയതും ഈ 2 ലൈഫിലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഈ 4 പേരുടെയും കഥാപാത്രങ്ങളുടെ പ്രകടനം ഇങ്ങനെ തന്നെ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്നൊക്കെ പേഴ്സണലി കുറേ ഇടങ്ങളിൽ ചില കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളൊക്കെ തോന്നി. എന്നാലും പെർഫോമൻസ് വൈസിൽ സിനിമയൊക്കെയാണ്. കൂടാതെ ഷാൻ റഹ്മാനാണ് ഗാനങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പ്രസീവായിട്ടാണ് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നത്. പക്ഷേ BGMസും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് പേഴ്സണലി തോന്നിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാംജിയാണ് സിനിമയുടെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്കും അത്യാവശ്യം നീറ്റൊക്കെ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. ഇനി സിനിമയുടെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു 4 ജീവിതങ്ങളാണ്. 4 ജീവിതങ്ങൾക്കുള്ളിലും ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് വളരെ ഇൻറ്റൻസീവായിട്ട് പ്രേക്ഷകരിലേക്ക് കിട്ടുന്ന രീതിയിലാണ് തിരക്കഥയിലൂടെ എഴുതി വെച്ചിട്ടുള്ളതെന്നൊന്നും പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ നൽകുന്ന രീതിയിലാണ് അതെല്ലാം തന്നെ റൈറ്റിങ്ങിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതായിരുന്നു സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളത്. കൂടാതെ സിനിമയുടെ എഡിറ്റിങ്, അതിനുള്ളിൽ നടത്തിയ സൗണ്ട് മിക്സിങ് എന്നൊക്കെയുള്ളൊരു കാര്യം കുറച്ചുകൂടി ഇമ്പാക്റ്റ്ഫുൾ ആക്കേണ്ടതായിരുന്നു. പലയിടങ്ങളിലും സിറ്റുവേഷൻസിന് ഒരു ഇമ്പാക്റ്റ് നമുക്ക് തോന്നില്ല. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനെ എഡിറ്റർ ഹാൻഡിൽ ചെയ്ത വിധം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്നിരുന്നാൽ കൂടി ഞാൻ പറയുകയാണ്, ഈ സിനിമ നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ കാണുമ്പോഴത്തേക്കും കൊള്ളാലോ എന്നൊക്കെ തോന്നും. എന്നാൽ ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇമോഷണലി ഈ സിനിമയോടൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ പോകും. പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിങ്ങിന് വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും ഗസ് ചെയ്യില്ല ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10ൽ 6.5. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോവുക. ഒന്ന് കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്ക് ആ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിരിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.